ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പവർ. സ്നേഹം ഏറ്റവും വലിയ ശക്തി. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകം പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ സത്യത്തിൽ സ്നേഹം ഒരു വികാരമായിട്ടല്ല ഞാൻ കാണുന്നത്. സ്നേഹം ഒരു വ്യക്തിയായിട്ടാണ്. ദൈവമാകുന്ന സത്യദൈവം, സ്നേഹത്തിൻ്റെ പൂർണ്ണത നിറഞ്ഞത് പിതാപുത്ര പരിശുദ്ധാത്മ ഒന്നിച്ച് നിൽക്കുമ്പോൾ അവരിലുള്ള വിശുദ്ധ സ്നേഹത്തെയാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ 3 പേരാണെങ്കിലും 3 പേഴ്സണാലിറ്റീസ് ആണെങ്കിലും അവർ സ്നേഹം കൊണ്ടാണ് ഒന്നിച്ചാക്കിയിരിക്കുന്നത്. ദ ട്രയാങ്കിൾ ദറ്റ് കനോട്ട് ബി ബ്രോക്കൺ. ഈ ട്രയാങ്കിളിനെ കുറിച്ചൊക്കെ പറയുമ്പം ദൈവത്തിൻ്റെ ചിഹ്നമല്ല എന്നൊക്കെ ചിലർ പറയും. പക്ഷേ തൃത്വം ഒരു ട്രയാങ്കിൾ അല്ലേ, പിതാപുത്ര പരിശുദ്ധാത്മാവ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളറിയാൻ വയ്യാത്ത ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഫ്രീക്വൻസി, അതായത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത ചില ഏരിയകളുണ്ട്. അത് നമ്മൾ നെഗറ്റീവായിട്ട് അങ്ങ് തള്ളും. പക്ഷെ ലവ് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. അത് നമുക്ക് ഒരാളോട് പ്രത്യേക സ്നേഹം, അതായത് സെൽഫ്ലെസ് ആയിട്ടുള്ളതാണ്, നമ്മുടെ കാര്യം നേടാനുള്ള ഒരു വ്യക്തിയോട് അങ്ങ് പ്രത്യേക സ്നേഹം തോന്നുകയാണ്. ആ വൈബ് അല്ലെങ്കിൽ ആ ഒരു ശക്തി അവർക്ക് ഫീൽ ചെയ്യും. അതൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ട് അവർക്ക് ചുറ്റും നിൽക്കും. അതിന് എക്സാമ്പിൾ എടുക്കാവുന്നത് ഒരമ്മയുടെ സ്നേഹം മക്കളോടുള്ളത്. അപ്പനും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞു. അപ്പം അമ്മമാർക്കുള്ള ഒരു പ്രത്യേക സ്നേഹം മക്കളോടുള്ളത്, ഇറ്റ്സ് എൻ അഗാപ്പെ ലവ് or it is the love, the frequency is so great it cannot match with anything else. വേറെ എന്തെല്ലാം വന്നതിൻ്റെ മുമ്പിൽ വന്നാലും ഒരമ്മയുടെ സ്നേഹത്തിനെ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാനൊക്കത്തില്ല. ഇറ്റ് ഈസ് ദെയർ. ഇത് നമുക്കത് മനുഷ്യരിൽ തന്നെയല്ല, ഈവൻ മൃഗങ്ങളിൽ പോലും ഈ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നതും, ഈ വെള്ളത്തിലൊക്കെയുള്ള താറാക്കന്മാർ അതിൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ നേരത്ത് വേറെ ആരെങ്കിലും അതിൻ്റെ അടുക്ക വരുമ്പോൾ ആ അമ്മ താറാവിൻ്റെ ദേഷ്യവും വാശിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. ഇതെങ്ങനെ, ആകെ ഒരു ചെറിയ ബേർഡാണ്. ഓരോ ബേർഡ്സ് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതിനെ ജീവനെ കളയുന്നു. ആ സ്നേഹം എന്ന് പറയുന്നത് സെൽഫ് ഗിവിങ് ലവ് ആണ്. അത് മനുഷ്യനത് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം ഉന്നതമായ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലവ് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. A high frequency is when you feel good, like when you hear birds singing, little kids laughing. Can also be when the love is emanating from you or you are bouncing off the wall with joy. അതായത് നമ്മൾ ഈ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പം കൊച്ചു പിള്ളേരെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. നമ്മൾ ചെറിയ പക്ഷികൾ അത് ശബ്ദം ഉണ്ടാക്കും, നമ്മളത് സന്തോഷിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയൊരു പൂവിനെ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും. എന്നാൽ സമാധാനം ഇല്ലാത്തവരുടെ മുമ്പിൽ ഇതൊന്നും. അതുകൊണ്ടാണല്ലോ ചില അപ്പന്മാർക്ക് പിള്ളേരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ they cannot take it because they are already അണ്ടർ ടെർമോയിൽ ഓഫ് പ്രഷർ ഇൻസൈഡ്. പിന്നെ കൊച്ചുങ്ങളുടെ കരച്ചിൽ പോയിട്ട് ചിരി പോലും അവർക്ക് ഉൾക്കൊള്ളാൻ വയ്യാതെ അങ്ങനെ എത്ര പേരില്ലേ. അങ്ങനെ ഇപ്പം നമ്മൾ തന്നെ ഈ ചില സിറ്റുവേഷനിൽ നമ്മുടെ ആത്മീക ഗോളത്തിൽ തളർന്ന ഒരവസ്ഥ വരും. നമ്മൾ ചിന്തിച്ചിട്ട് ഇതിനൊരു പരിഹാരം കാണുന്നില്ല, ഇതിന് എങ്ങോട്ട് നീങ്ങണമെന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടാൽ നമ്മൾ ആദ്യം പേടിക്കും. കാരണം വി ആർ ഗോയിങ് ഇൻ എ ഡിഫറെൻറ്റ് ഡിറക്ഷൻ, സോ ഡൗൺ ഡീപ്പ്, തിങ്കിങ് ദാറ്റ് there is nobody to help and you hear a sound, you associate with some danger. അത് മനുഷ്യൻ ദുഃഖിക്കാനും വേദനിക്കാനും അല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവൻ്റെ സ്നേഹത്തിൽ, അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസിയുള്ള ആ ദിവ്യ സ്നേഹത്തിൽ, സെൽഫ് ഗിവിങ് ലവിൽ അപ്പച്ചൻ്റെ കൂടെ നിന്ന് സന്തോഷിക്കാൻ. അത് പറുദീസയിൽ നിന്ന് മാറിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് ഇപ്പോൾ എനിക്ക് വെർബലൈസ് ചെയ്ത് പറയാൻ പോലും എനിക്ക് പ്രയാസമാണ്. പക്ഷേ ഒരു കരുതുന്ന ഒരപ്പൻ്റെ കണ്ണ് മക്കൾ എവിടെയാണെങ്കിലും, കൊച്ചു പൈതങ്ങൾ അവർ ഒരു എഡ്ജിലേക്ക് പോകുമ്പോൾ അവരുടെ കൈ പൊങ്ങിക്കഴിഞ്ഞു, മേളിൽ നിന്ന് ഒരു വീഴാൻ തുടങ്ങുമ്പോൾ അവരുടെ കൈ അടി ചെന്ന് കഴിഞ്ഞു. അങ്ങനെ കണ്ടിട്ടില്ലേ? റിഫ്ലക്സ് ആക്ഷൻ ഈസ് ടു ഹോൾഡ് ദം ആൻഡ് കെയർ ഫോർ ദം ആൻഡ് ലവ് ദം. അപ്പോൾ ഈ സ്നേഹം ഇതൊരു ഗിവിങ് ലവ് ആണ്. അതായത് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ളതല്ല. ദ ഫീലിംഗ് ഓഫ് ലവ് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി യു ക്യാൻ എമിറ്റ്.
അതായത് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയതായ സമ്മാനം എൻ്റെ സ്നേഹം കൊടുക്കുക. എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള കാര്യത്തിലല്ല, ദ സെൽഫ് ഗിവിങ് ലവ്. അതാണ് പിതാവ് ചെയ്തിരിക്കുന്നത്. പിതാവിൻ്റെ ബോസത്തിൽ നിന്ന് വന്നാണ് പുത്രന്. ബോസം എന്ന് പറയുമ്പോൾ 2 മീനിങ്. 1 ഗർഭപാത്രം, 2 നെഞ്ച്. അപ്പോൾ പിതാവിൻ്റെ നെഞ്ചിൽ നിന്നും പുത്രൻ വന്നിട്ട് ആ സ്നേഹം എമിറ്റ് ചെയ്യുമ്പോൾ ആ പിതാവിൽ നിന്ന് വന്ന പൂർണ്ണതയായിട്ടുള്ള കാണുന്ന സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണത യേശുവാണ്. അതായത് നമ്മൾ നമ്മുടെ മക്കളെ നോക്കുമ്പം നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ അവരിൽ കാണും, ഇല്ലേ? ഇപ്പം എൻ്റെ കൊച്ചു മക്കളെ നോക്കി അവർ പറയും എൻ്റെ സംസാരമാണ്, എൻ്റെ മുഖമാണ്, അല്ലെ എൻ്റെ വായാണ് എന്നൊക്കെ പറയുമ്പം വി സീ അവർ സെൽസ് ഇൻ ദം. അത് നമുക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടാനുള്ളതല്ല. ആ സ്നേഹം, അത് ഇൻ ദ പ്യുവർ ഫ്രീക്വൻസി ഓഫ് ലവ്, അതായത് ഈ വിശുദ്ധ സ്നേഹം ഒഴുകുന്നിടത്ത് അവിടെ ഗ്രാറ്റിറ്റ്യൂഡുണ്ട്, ക്രിയേഷനുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, വൺനെസ് ഉണ്ട്. അതായത് അവിടെ ഒരു നന്ദിയുള്ള ഒരു ഹൃദയം 1. 2 അതിനകത്ത് ക്രിയേറ്റിവിറ്റി, അതായത് യു ആർ ക്രിയേറ്റിംഗ് ആൻഡ് ജനറേറ്റിംഗ് സംതിങ് ന്യൂ ഇൻ ടു ഇറ്റ്. അതുപോലെ തന്നെ അവിടെ സന്തോഷമുണ്ട്, അവിടെ ഒരുമയുണ്ട്. ഇതെല്ലാം ഈ ലവ് എന്ന് പറയുന്നതിനകത്ത് വരുമെന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ അൺകണ്ടീഷണലായിട്ടുള്ള, അതായത് ആൻ എൻകൗണ്ടർ വിത്ത് ദ ലിവിങ് ഗോഡ്. അതാണ് പലരും ദുർനടപ്പ് നടന്നേച്ച് വഴിയോരത്ത് നടക്കുമ്പോൾ ഒരു ദിവസം വന്ന് കർത്താവ് അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവർ പറയുന്ന ഒരു സത്യമാണ്, ഒരു പ്രത്യേക സ്നേഹം എൻ്റെ മേലോട്ട് അങ്ങ് ഒഴുകി, എൻ്റെ പാപം എല്ലാം അങ്ങ് കഴുകി കളഞ്ഞേച്ച് ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഒരു ഫീല്. പിന്നെ എനിക്ക് പുറകോട്ട് പാപത്തിലോട്ട് പോകാനൊക്കത്തില്ല. ആ ഒരു നോട്ടം ദൈവത്തിൻ്റെ, ആ വിശുദ്ധ സ്നേഹത്തിൻ്റെ ഫ്രീക്വൻസിയിൽ അത് വരുന്നത്. അതാണ് എക്സാമ്പിൾ സമരിറ്റൻ വുമൺ, ശമരിയക്കാരി സ്ത്രീയെ യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിൽ പറയുന്നു, യേശു വന്നിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. നോട്ട് ബിക്കോസ് ഹി വാണ്ട്സ് ദി ഫിസിക്കൽ വാട്ടർ, ബട്ട് ഈ സ്ത്രീയുടെ ഉള്ളിൽ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം മനസ്സിലാക്കിയിട്ട് ഉച്ച സമയത്ത് അവൾ വെള്ളം കോരാൻ വരുമ്പോൾ ആരും കാണാതെ യേശു അവിടെ ചെന്ന് നിൽക്കുകയാണ്. ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു ഭക്ഷണം ഉൾക്കൊള്ളാനായിട്ട്. പക്ഷെ യേശു അവിടെ ചെന്ന് ബിക്കോസ് ഷീ ഈസ് സെർച്ചിങ് ഫോർ ദാറ്റ് പ്യുവർ ലവ്, ആ സെൽഫ് ഗിവിങ് ലവ്. ഒരു പ്രാവശ്യം അവളെ നോക്കിക്കഴിഞ്ഞ് ദൈവം കൺഫ്രണ്ട് ചെയ്തതോടുകൂടി ഷി ബിക്കം എ സെയിൻറ്റ്. പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്ന ഫ്രീക്വൻസിയുള്ള ആ വിശുദ്ധ സ്നേഹം അവരുടെ മേൽ ചെന്ന് പതിയാണ്. അതാണ് നമ്മളും ആഗ്രഹിക്കേണ്ടത്. ഞാൻ അവർക്ക് അത് കൊടുത്തില്ലേ, ഞാൻ കാശ് കൊടുത്തില്ലേ, ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ലേ, ഞാൻ അവനെ 9 മാസം എൻ്റെ ഗർഭത്തിൽ കൊണ്ട് നടന്നില്ലേ, ഇതൊക്കെ നമ്മൾ പറയും. കറക്റ്റ്, അതാണോ? അല്ല. ദർ ഈസ് എ ഹയർ ഫ്രീക്വൻസി ഓഫ് ലവ് വിച്ച് ഈസ് സെൽഫ്ലെസ്. ഒന്നും പറയാതെ, അതല്ലേ യേശു ചെയ്തു. ക്രൂശിയെ കടന്നപ്പോഴും കർത്താവ് നമ്മുടെ കുറ്റമല്ല വിളിച്ചു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ സ്നേഹം, ലവ് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. യു ക്യാൻ വൈബ്രേറ്റ് ഇൻ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹത്തിനകത്ത് നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ വ്യക്തിയായി. ആ സ്നേഹം. അതുകൊണ്ട് ഈ അമേസിങ് ഗ്രേസ് എന്ന് പറയുന്നത് അത് എഴുതിയിരിക്കുന്നത് ജോൺ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ അമേസിങ് ഗ്രേസ് ഒരു ഈ ഇംഗ്ലീഷ് കവിയും ആംഗ്ലിക്കൻ പുരോഹിതനുമായ ജോൺ ന്യൂട്ടൻ 1725 തൊട്ട് 1807 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 1772 എഴുതിയ ഒരു ക്രിസ്തീയ ഗാനമാണ് അമേസിങ് ഗ്രേസ്. അമേസിങ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട്. ഉണ്ടോ? ഫ്രീക്വൻസി വരാണ്. ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റച്ച് ലൈക്ക് മീ. എന്നെപ്പോലെ ഒരു ദുഷ്ടനെ, നീചനായ എന്നെ കണ്ടുപിടിച്ച സ്നേഹം. ഐ വൺസ് വാസ് ലോസ്റ്റ് ബട്ട് നൗ ഐ ആം ഫൗണ്ട്. ഞാൻ ഒരു കാലത്ത് നഷ്ടപ്പെട്ടവനായിരുന്നു, ഇന്ന് ഞാൻ എന്നെ കണ്ടുപിടിച്ചു. ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ. ഞാൻ കുരുടനായിരുന്നു, എനിക്കിപ്പോൾ കാണാൻ സാധിക്കും. അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ പാട്ടുണ്ട്, അമേസിങ് ഗ്രേസ് എന്നുള്ളത് നല്ലൊരു പാട്ടാണ്. ആശ്ചര്യമാം ദൈവകൃപ രക്ഷിച്ചീ ദോഷ്യ, അന്ധനാം എന്നെ കണ്ടെത്തി
കർത്തൻ കാഴ്ച നൽകി. ദൈവം അന്ധനായ എന്നെ അന്ധനെന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് പുറത്തെ കണ്ണിൻ്റെ കാഴ്ചയല്ല. അന്ധതയാണ് മിക്ക വിശ്വാസികൾക്കും. അകമേ അന്ധതയായിരിക്കുന്ന എന്നെ ദൈവം വഴിക്ക് വെച്ച് എന്നെ അതായത് ഇറ്റ്സ് കോൾഡ് എൻ എൻകൗണ്ടർ. ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഐ കനോട്ട് വോക്ക്. അതായത് നമ്മൾ കാണണം. ഇപ്പം ഞാൻ ഈ വചനം അയക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക. ഈ ദൈവത്തെ പാസ് ചെയ്യാതെ, അവനിൽ കൂടല്ലാതെ അപ്പുറത്ത് പാസ് ചെയ്യാനൊക്കത്തില്ലെങ്കിൽ യു ആർ സോക്കിങ് ഇൻ ഹിസ് ലവ്. ദൈവസ്നേഹം, അതിന് പകരം കൗണ്ടർ ഫീറ്റ് ഉണ്ട് കേട്ടോ. ഈ ദൈവസ്നേഹം എന്ന് പറയുമ്പം എൻ ഹൃദയത്തിലെ ഭയമെല്ലാം മാറിപ്പോയി കൃപയാൽ. വിശ്വസിച്ചാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ എൻ്റെ ഭയം ഉള്ളിലുള്ളതെല്ലാം ആദ്യ ദൈവം വരുമ്പോൾ നമ്മളിലോട് പറയുന്നത് എപ്പോഴും ഭയപ്പെടണ്ട. പിശാച് വരുന്നു നമ്മളെ പേടിപ്പിക്കും. നീ ഇപ്പം ചത്തുപോകും, അല്ലെ അപ്പം അന്നാൾ ചത്തുപോകും, അവർ കൂടോത്രം ചെയ്ത്. ഇതെല്ലാം ഭയത്തിൻ്റെ. ആ ഒരു ശുശ്രൂഷ നമുക്കുള്ളതല്ല. സ്നേഹം ഈ പ്രാപിച്ച കൃപ എത്ര ശ്രേഷ്ഠം. അമേസിങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ കൃപ ഇത്രമാത്രം ആശ്ചര്യമുള്ളതാണെന്ന് ജോൺ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിരിക്കുന്നതാണ്. വൺസ് ഹി വാസ് ലോസ്റ്റ്. അത് നമ്മൾ പറഞ്ഞു ഗോഡ്സ് ലവ് ഈസ് ആൻ ഇമോഷണൽ എക്സ്പീരിയൻസ് ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം. We must come into deep security with God. അതായത് ഇത് വ്യക്തിപരമായിട്ട് എടുക്കണം. I and God have become one. അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇറ്റ്സ് പോസിബിൾ. അല്ല പിന്നെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുത്രൻ സമ്മതിക്കുകയാണ്, ഞാൻ ഈ സ്വർഗത്തിലുള്ള സകല ഗ്ലോറിയും ഉരിഞ്ഞു വെച്ചേച്ച് ഞാൻ ഭൂമിയിലോട്ട് പൊക്കോളാം. കാരണം അവിടുന്ന് സൃഷ്ടിച്ചതായ മനുഷ്യരാകുന്ന നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങി വന്നു. കാരണം പിതാവിൻ്റെ സങ്കടം കണ്ടിട്ട് അവിടെ ഇരിക്കാനൊക്കുന്നില്ല പുത്രന്. അങ്ങനെയല്ലേ? ഇപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ കരയാൻ തുടങ്ങുകയാണ്. നമ്മൾ കരയാണെങ്കിൽ നമ്മുടെ സ്നേഹമുള്ള ഭർത്താക്കന്മാർ എന്നെ വേണേലും ചെയ്യും, എങ്ങനെങ്കിലും ഈ സങ്കടം ഒന്ന് മാറും. അവരുടെ കഴിവില്ലെങ്കിൽ അവരാരോടേലും ചോദിക്കും. അതേപോലെ ഒരമ്മ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, അമ്മമാർ മക്കൾക്ക് വേണ്ടി കടലിലും ചാടും. എന്തിനാ? രക്ഷിക്കാൻ വേണ്ടി. The pure love, self-giving love, without expecting anything in return. എനിക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല. ആ സ്നേഹം, ദൈവസ്നേഹം കടന്നു വരുന്നു. വാങ്ങിച്ചെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോർഡ്, നിൻ്റെ ദിവ്യ സ്നേഹമെന്ന് പറയുന്നത് വാക്കുകളാൽ പറഞ്ഞു പിടിപ്പിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ആ വിശുദ്ധ സ്നേഹത്തിൽ സൃഷ്ടാവാകുന്ന ദൈവം തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതായ ഞങ്ങളെ സൃഷ്ടികളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിൻ്റെ മുഖത്തോ നേരിട്ട് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതിന് ആ സ്നേഹം നിന്നിൽ നിന്ന് ഞങ്ങളിലേക്ക് പാസ് ചെയ്യണം. ഞങ്ങളിൽ നിന്ന് അങ്ങോട്ടല്ല, അവിടുന്ന് നദി മുകളിൽ നിന്ന് താഴെ ഒഴുകുന്നത് പോലെ നിൻ്റെ സ്നേഹം താഴോട്ട് ഒഴുകണം. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഇറങ്ങി വന്നേ ഒക്കത്തുള്ളൂ. അവിടുന്ന് പ്രവർത്തിച്ചാട്ട് നാഥൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഉന്നതനായ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ സ്നേഹം ഒഴുകട്ടെ. ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ഒഴുകട്ടെ. നാഥ, അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഈ വിശുദ്ധ സ്നേഹത്തിൻ്റെ നദി ഇവിടെ ഒഴുകുന്നതിന് സ്തോത്രം. ഈ സ്നേഹത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ പിശാച് എന്തെല്ലാം തന്ത്രം വെച്ചു അതഴിഞ്ഞു പോട്ടെ. നാഥ, നിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. തലമുറകളെ നിൻ്റെ ഈ സ്നേഹത്തിൽ പൊതിയുന്നു, ഞങ്ങളെ തന്നെ പൊതിയുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. ആ നദി ഒഴുകട്ടെ. പക്ഷേ നാഥൻ പ്രാർത്ഥന കേട്ട് ഒഴുക്കുന്ന ഈ നദിക്കകത്ത് ഞങ്ങളും കുളിച്ചു പോകട്ടെ. ഒരു പുതു സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റുന്നതിന് നന്ദി പറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.